അങ്ങനെ വഴിയിൽ വെച്ച് മഞ്ജുവിനെ കാണുമ്പോൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് മഹിമ. അന്നേരം മഞ്ജു പറയുവാണ്, നീ ഇപ്പോൾ ജോലി കിട്ടിയപ്പോൾ വലിയ ആളായി പോയതുപോലെയാണല്ലോ. ഞാൻ പറയുന്നതൊന്നും നീ അനുസരിക്കുന്നേ ഇല്ല. ഇപ്പം തന്നെ കണ്ടില്ലേ നീ കാരണം അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായതെന്ന്. നീ ഇപ്പം ചെയ്ത ഈ കാര്യമുണ്ടല്ലോ, ഗിരിയേട്ടൻ്റെ അമ്മയും നീറ്റിയും കൂടി ഗിരിയേട്ടൻ വരുമ്പോൾ എരിവും പുളിയും ചേർത്ത് കൂട്ടിപ്പറയും. അതിൻ്റെ ബാക്കി ഗിരിയേട്ടൻ്റെ കയ്യിൽ നിന്ന് ഞാനാ കേൾക്കേണ്ടി വരിക. അന്നേരം മഹിമ പറയണേ, ഗിരിയേട്ടൻ എന്നെ കാണാൻ വന്നിരുന്നു, എനിക്ക് ആ പൈസ തരികയും ചെയ്തു. ഞാനും അന്നേരം ഗിരിയേട്ടനോട് കുറച്ച് മുഷിഞ്ഞാ സംസാരിച്ചത്. അത് കേൾക്കുമ്പോൾ മഞ്ജു ടെൻഷനാവണേ. ഇനി അതിൻ്റെ ദേഷ്യം ഗിരിയേട്ടൻ വീട്ടിൽ വരുമ്പോൾ എന്നോടായിരിക്കും തീർക്കുന്നത്. ഈ സമയം മഹിമ പറയുന്നുണ്ട്, ചേച്ചി പേടിക്കുകയൊന്നും വേണ്ട, ഗിരിയേട്ടൻ തല്ലിയൊന്നുമില്ല. അങ്ങനെ മുകുന്ദൻ പറഞ്ഞ ആ ഒരു കാര്യമൊക്കെ മഹിമ മഞ്ജുവിനോട് പറയുന്നുണ്ട്. ഗിരിയേട്ടൻ അങ്ങനെ സ്ത്രീകളെയൊന്നും തല്ലാറില്ല, അത് ഗിരിയേട്ടൻ്റെ അച്ഛന് കൊടുത്ത വാക്കാണ്. പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന മഞ്ജുവിനെയാണ്. ഈ സമയം അമ്മയും സ്വപ്നയൊക്കെ അവിടെ തന്നെ ഉണ്ടാകും. അന്നേരം അമ്മ മഞ്ജുവിനോട് ഗിരീൻ്റെ അച്ഛൻ മരിച്ചതിന് കാരണം നിന്റെ അച്ഛനാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന മഞ്ജു സഹിക്കാനാവാതെ ഭാനുമതിയോട് പ്രതികരിക്കുവാണ്. മഞ്ജു പറയണേ, എൻ്റെ അച്ഛനല്ല അത് ചെയ്തത്. നിങ്ങൾ ഈ പറയുന്ന സംഭവം നടക്കുമ്പോൾ അച്ഛൻ എൻ്റെ കൂടെ ഹോസ്പിറ്റലിലായിരുന്നു. അത് വെച്ചിട്ട് എൻ്റെ ഭർത്താവിൻ്റെ മനസ്സിലെ വിഷം കുത്തി നിറക്കി. ഒരു പെൺകുട്ടിയോട് ഇതിനേക്കാളും വലിയ ദ്രോഹം നിങ്ങൾക്ക് ചെയ്യാനില്ല. ഈ സമയം ഇതൊക്കെ കേട്ടിട്ടും വലിയ മൈൻഡൊന്നുമില്ലാതെ ഭാനുമതി അകത്തേക്ക് പോകുവാണ്. പിന്നീട് റൂമിലേക്ക് എത്തുന്ന മഞ്ജുവിനെയാണ് കേട്ടോ കാണിക്കുന്നത്. ഈ സമയം ഗിരി മഹിമയുടെ ആ സംഭവത്തിൽ മഞ്ജുവിനോട് ചൂടാകുവാണ്. ഗിരി പറയുന്നുണ്ട്, ഇനി ഇതുപോലെ എന്തെങ്കിലും പ്രവൃത്തി നിൻ്റെയോ നിൻ്റെ വീട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായോണ്ടല്ലോ നീയെ എൻ്റെ കൈയുടെ ചൂടറിയും. അന്നേരം മഞ്ജു പറയണേ, ദാ അടിക്ക് എന്ന് പറഞ്ഞ് കവളിങ്ങനെ ഗിരിയുടെ അരികിലേക്ക് കാണിക്കുവാണ്. എന്താ നോക്കി നിൽക്കുന്നേ, അടിക്കാൻ. അന്നേരം ഗിരി പെട്ടെന്നങ്ങ് അന്തം വിട്ട പോലെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്തേ അടിക്കുന്നില്ലേ എന്ന് പറഞ്ഞ് മഞ്ജു ഗിരിയുടെ പിന്നാലെ ചെല്ലുക. ആ സമയം ഗിരി പറയണേ, അത് പിന്നെ ഇപ്പോൾ ഒരു മൂടില്ല, പക്ഷേ നിനക്കിട്ട് ഞാൻ ഓങ്ങി വെച്ചിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ മഞ്ജു പറയണേ, ശരി ശരി, ഞാൻ കാത്തിരിക്കാം. ഈ സമയം ഗിരി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മഞ്ജു അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.